അരനൂറ്റാണ്ടിന്റെ കാത്തിരിപ്പിന് ശേഷം തന്റെ ഭൂമിക്ക് പട്ടയം കിട്ടിയ സന്തോഷത്തിലാണ് എറണാകുളം എളങ്ങുന്നപ്പുഴ സ്വദേശിനി വള്ളി എന്ന വയോധികയ്ക്ക്. നടപടിക്രമങ്ങളിലെ പരിജ്ഞാനക്കുറവാണ് വള്ളിക്ക് പട്ടയം കിട്ടാൻ താമസിച്ചെന്നാണ് അറിയുന്നത്. വള്ളിയുടെ ഭർത്താവ് വാസുവിന് 1967 പട്ടയം ലഭിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള പതിവ് ഉത്തരവ് ലഭിച്ചിരുന്നു. എന്നാൽ ഇത് പട്ടയമാണെന്ന് തെറ്റിദ്ധരിച്ച് ഉത്തരവ് പ്രകാരമുള്ള തുക അടയ്ക്കാതെ പട്ടയത്തിന് പകരമായി ഉപയോഗിച്ചു വരികയായിരുന്നു. വാസുവിന്റെ മരണശേഷം വള്ളി വില്ലേജ് ഓഫീസിൽ പോക്കുവരവിനായി അപേക്ഷിച്ചപ്പോഴാണ് കൈവശമുള്ളത് പട്ടയമല്ല എന്നറിയുന്നത്. പിന്നീട് പട്ടയത്തിന് അപേക്ഷ സമർപ്പിച്ചെങ്കിലും പതിവ് ഉത്തരവ് പ്രകാരമുള്ള തുക അടയ്ക്കാത്തതിനാൽ അപേക്ഷ നിരസിക്കുകയായിരുന്നു. പട്ടയം ലഭിക്കുന്നതിനായി വള്ളി വീണ്ടും നൽകിയ അപേക്ഷയിൽ വില്ലേജ് ഓഫീസുകളിൽ അന്വേഷണം നടത്തി വാസുവിന്റെ അവകാശികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പട്ടയ നടപടികൾ തുടരുന്നതിന് സർക്കാരിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചതോടെയാണ് ഈ മാസം 22-ന് പട്ടയമേളയിൽ വള്ളിക്ക് വീണ്ടും പട്ടയം അനുവദിച്ചത്. ഇദ്ദേഹത്തിന്റെ ഭാര്യയും ഇദ്ദേഹത്തിന്റെ മക്കളെല്ലാവരും കൂടി ഉണ്ടാവുന്ന പുതിയതായിട്ട് അപേക്ഷ സമർപ്പിച്ചു. നമ്മൾ സർക്കാരിലേക്ക് ഇതിനു വേണ്ടിയുടെ അഭിപ്രായം ചോദിച്ച് അങ്ങനെ സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ഈ വള്ളിയുടെ വാസുവിന്റെ, അതായത് 1967 പതിവുത്തരവ് നൽകിയ വാസുവിന്റെ അവകാശികളായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും കൂടി നമ്മൾ പട്ടയം നൽകി. വള്ളി അസുഖബാധിതയായി ഉദയംപേരിലുള്ള മകളുടെ വീട്ടിൽ കിടപ്പിലായതിനാൽ പട്ടയം വാങ്ങുന്നതിന് സാധിച്ചിരുന്നില്ല. കൊച്ചി തഹസീൽദാർ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള റവന്യൂ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി വള്ളിക്ക് പട്ടയം കൈമാറി. 24 കൊച്ചി.